പണ്ടൊക്കെ നമ്മൾ ഈ ചില ചെങ്ങന്മാരെ പറ്റി പറയും അവനൊരു കൂറയാണെന്നറിയും. പിന്നെ വേറെ വർത്താനൊന്നുമില്ല. അപ്പൊ അഭിമാനത്തോടുകൂടി കുറെ വാഹനങ്ങൾ ഞങ്ങൾ കൂറകളാടാ കൂറകൾ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരെ അതപ്പതിച്ച് നമ്മളെ ജഡ്ജ് ചെയ്യുക. അതോ ചെങ്ങായി പറയാ ഇയാൾ ഉദ്ദേശിച്ചതാണ്. ഇവിടെ കുറെ പണിയും കൂലിയും ഇല്ലാത്ത കുറെ വാണങ്ങളുണ്ട് എന്ന് വെച്ചാൽ പണിക്കും പോവില്ല, ചുമ്മാ ഇരിക്കും. ഈ വാണങ്ങൾ പരിപാടി എന്താ വെച്ചാൽ ചുമ്മാ ഇരുന്ന് കുറെ ആക്ടിവിസം കളിക്കും, കുറെ മറ്റേ ഗവൺമെന്റിനെ കുറ്റം. ഇവനാണെങ്കിൽ ഒരു മൈരും ചെയ്യില്ല. ഈ മൈരുകളൊക്കെ വെറും കൂറകളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറെ കോക്രോച്ചുകളാണെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇതങ്ങോട്ട് കേട്ടതും കുറച്ച് ആൾക്കാർ ചില ആൾക്കാർക്ക് ഈ ഗ്രഹണി പിടിച്ച ഒരു ചക്കക്കൂട്ടം കിട്ടിയാലുള്ള ഒരു ഫീൽ ഉണ്ട്. ചില ആൾക്കാർക്ക് ഇവരിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും എങ്ങനെയും ഒന്ന് എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഒന്ന് മോഡിനെ ഒന്ന് താഴെ ഇറക്കുക. ഇലക്ഷനോ ജയിക്കാൻ പറ്റുന്നില്ല, എന്നാ പിന്നെ എന്തെങ്കിലും ഉടായ്പ ഇറക്കിയിട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിലും ഇവിടെ വല്ല കലാപെങ്കിലും ഉണ്ടാക്കി എല്ലാവരും പിടിച്ച് കൊന്നു കളയാൻ പറ്റുമെങ്കിൽ വിചാരിക്കുന്ന കുറെ ഉണ്ട്. ഇവന്മാർക്ക് കിട്ടിയ ഗ്യാപ്പിൽ കിട്ടിയൊരു ഐറ്റാണ് എന്ത് കൂറകളെന്ന് വിളിച്ചു. എന്നിട്ട് ഇവന്മാർ ഇത് മൊത്തം അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അയ്യോ നമ്മളെ ജെൻസി അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളെ കൂറകളെന്ന് ഇയാൾ വിളിച്ചേന്ന് പറഞ്ഞിട്ട് മോങ്ങലും കരച്ചിലും അങ്ങനെ പാർട്ടി ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, ഇതൊക്കെ അങ്ങനെ ഇവന്മാർ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അതാണ് കൂറ പാർട്ടി എന്ന് വെച്ചാൽ യാതൊരു പണിയും കൂലിയും ഇല്ലാത്ത കുറെ എണ്ണത്തിന് കിടന്ന് അർമാദിക്കാൻ പറ്റിയൊരു സ്ഥലം. അവിടെ കൊങ്ങി കമ്മി സുഡാപ്പി എല്ലാം ഉണ്ട്. ഇപ്പം പിന്നെ പാകിസ്ഥാനി, ബംഗ്ലാദേശ്, സുഡാന്, ജപ്പാന്, ഇങ്ങനെ ഇന്ത്യക്കാരിൽ ഏതൊക്കെ വാണങ്ങൾ ഇന്ത്യയിലുണ്ടോ ഈ വാണങ്ങളൊക്കെ ഈ കൂറപ്പാർട്ടിയിലുണ്ട്. ഇതിലുള്ള പല എണ്ണത്തിനും ഇടയ്ക്കിടയ്ക്ക് ഓരോ തന്തമാര് വരും. കൂടെ ഈ തന്തമാരൊക്കെ കുറച്ചൊരാഴ്ച കഴിഞ്ഞ് ഈ തന്തമാരെ കാണാണ്ടാവില്ല, അല്ലെങ്കിൽ തന്തമാര് ജയിലിലേക്ക്, അല്ലെങ്കിൽ തന്തമാര് ബി ജെ പി ചേരും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെ കുറെ എണ്ണത്തിന് കിട്ടിയൊരു പുതിയ തന്തമാരാണ് ഈ കൂറപ്പാർട്ടി എന്നുള്ളത് സാധനം. ഏതായാലും രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാണ്. ഭാവി പ്രധാനമന്ത്രി അവർക്ക് മടുത്തു തോന്നുന്നു. ഇപ്പൊ ഇവർ പറയുന്ന കൂറപ്പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന അറിയില്ലട്ടോ, ചിലപ്പോൾ അറിയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇലക്ഷൻ നടന്ന് കാലങ്ങളൊക്കെ മാറി ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കൂറപ്പാർട്ടി ഫോളോവേഴ്സിനൊക്കെ വെച്ചിട്ട് ഇന്ത്യ ഭരിക്കാൻ മതിയും. പണിയില്ലാത്ത സകലമാല എണ്ണവും പിന്നെ പാകിസ്ഥാനി, ബംഗ്ലാദേശി, പിന്നെ കമ്മി കൊമ്മി, വണക്കാട്, തങ്ങൾ, മൈരി എല്ലാം ഇതിലുണ്ട്. സകലമാന തീവ്രവാദികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ച് ആൾക്കാർ എന്താ പറയാ നമ്മൾ ഇന്ത്യനെ അടിപൊളിയാക്കും മറ്റേന്ന് നൈസായി പറയും. കുറച്ച് ആൾക്കാർ ഈ പൊട്ടമാരെല്ലാം കൂടി മോട്ടറാക്കി കലാപം ഉണ്ടാക്കുന്ന പരിപാടി. ഇറങ്ങടാ റോട്ടിലേക്ക് ഇറങ്ങടാന്നാണ് ഇരിക്കുക. കുറെ എണ്ണം അയ്യോ റോട്ടിലൊന്നും ഇറങ്ങണ്ട, ഞങ്ങൾ സമാധാനം വാങ്ങാത്ത വേറെ ലൈൻ പിടിച്ചിരിക്കുക. അങ്ങനെ ഓരോരുത്തരും ഓരോ ലൈനാണ്. പക്ഷേ ഈ ഉള്ളവന്മാർക്ക് ഏറ്റവും കോമഡി എന്താ അറിയോ, ഈ മണ്ടന്മാരെല്ലാം കൂടി റോട്ടിലിറങ്ങിയിട്ട് ലാസ്റ്റ് വെടികൊണ്ട് ചാവുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു. ഇത് ഓരോരുത്തരും ഓരോ ടൈപ്പാണ്. അതിൽ എല്ലാം ഉണ്ട്. ഈ തങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ വന്നിട്ട് നമ്മൾ ലീഗിന്റെ തങ്ങളൊക്കെ വന്നിട്ട് ഇത് ജനാധിപത്യത്തിന്റെ മാങ്ങയാണ് അണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കിടന്ന് ചലക്കുന്നുണ്ട്. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ വന്നിട്ട് പറയും നിങ്ങൾ കൂറപ്പാർട്ടി വേണം. അപ്പൊ അതിനർത്ഥം എന്താ, കോൺഗ്രസ് 10 പൈസക്ക് ഇല്ലാല്ലേ അതിനർത്ഥം. കമ്മികൾ വന്ന് പറയാ നിങ്ങൾ കൂറപ്പാർട്ടിക്ക് ആവണമെന്ന്. ലീഗുകാരെ വന്ന് പറയാം ഇത് കൂറപ്പാർട്ടി. അപ്പൊ ഈ ഈറ്റിങ്ങളൊന്നും 10 പൈസ ഗുണമില്ല, ഈറ്റങ്ങൾ കൊണ്ട് പിണ്ണാക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഈ കൂറപ്പാർട്ടിന്റെ നേതാക്കന്മാരിൽ ഒരാൾ അഭിജിത് ദീപ്കെ, ഇയാൾ 2-3 കൊല്ലം, 2 അല്ല ഒരു 5-8 കൊല്ലം മുന്നേ ഈ മോഡിക്കെതിരെ സകലമാന കൊണയും സകല തീവ്രവാദവും മറ്റേ എന്തൊക്കെയോ കേസുണ്ട്, ചാരക്കേസോ, പിന്നെ ഈ പറഞ്ഞ പോലെ CAന്റെ എതിരെ മറ്റേ കലാപം ഉണ്ടാക്കി നോക്കിയ കേസ്, കുറെ AP കുറെ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു റൗണ്ട് പ്രവർത്തനം കഴിഞ്ഞ് പോയതാ. എന്നിട്ടാണ് ഈ പുതിയ ഐഡിയ ആയിട്ട് വന്നിരിക്കുക. മറ്റേ പഴയ സാധനമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് മുമ്പിൽ തെറ്റിയപ്പം പുതിയ ഐഡിയ ആയിട്ട് വന്നിരിക്കുക.